ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെവറേജ് അനാലിസിസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ലെവറേജ് അനാലിസിസ്. 3 ടൈപ്പ് ഓഫ് ലെവറേജുകളാണുള്ളത്: ഫിനാൻഷ്യൽ ലെവറേജ്, ഓപ്പറേറ്റിംഗ് ലെവറേജ് ആൻഡ് കോമ്പോസിറ്റ് ലെവറേജ്. ഇത് മൂന്നും എന്താണ്, ലെവറേജിൻ്റെ ഒരു കോമൺ മീനിങ് എന്താണ്, ഇതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ലെവറേജിൻ്റെ ഒരു ജനറൽ മീനിങ് നോക്കാം. ലെവറേജ് ഈസ് ദ ആക്ഷൻ ഓഫ് അപ്ലൈയിങ് പവർ ടു റേസ് എ ഹെവി ഒബ്ജക്റ്റ്. ഒരു വലിയ ഒബ്ജക്റ്റ് റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പവർ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ലെവറേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജിൽ കണ്ടോ, ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് കുറേ ആളുകൾ ഒരു എക്യുപ്മെൻറ്റ്, ഒരു കമ്പി പോലത്തെ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യുവാണ്. അവരുടെ കൈ മാത്രം ഉപയോഗിച്ചാൽ ഇത് ഇത്ര എളുപ്പത്തിൽ മൂവ് ആവത്തില്ല. സോ അവർ ഈ എക്യുപ്മെൻറ്റും കൂടെ യൂസ് ചെയ്യുന്നത് വഴി ഇതിൻ്റെ മൂവ്മെൻറ്റ് എളുപ്പത്തിലാകുന്നു. സോ നമ്മൾ എന്തിൻ്റെയും ഒക്കെ ഒരു ഹെൽപ്പോട് കൂടി നമ്മുടെ ആക്ടിവിറ്റി ചെയ്യുന്നതാണ് ലെവറേജ് വരുന്നത്. സിംപിളി പറയുവാണെങ്കിൽ എ സ്മോൾ എഫോർട്ട് ക്യാൻ മൂവ് ഓർ ഇൻഫ്ലുവൻസ് എ മച്ച് ലാർജർ ഒബ്ജക്റ്റ് വെൻ അപ്ലൈഡ് കറക്റ്റ്ലി. നമ്മുടെ ഒരു ചെറിയ എഫോർട്ട് വലിയ റിസൾട്ട് കൊണ്ടുവന്ന് തരും. നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ഹെൽപ്പർ, ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഈ ഒരു കമ്പി പോലത്തെ ഒരു എക്യുപ്മെൻ്റ് ആയിരുന്നു, നമ്മുടെ കേസസ് അനുസരിച്ച് ആ ഒരു ഹെൽപ്പർ മാറും. സോ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച് കറക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ എഫോർട്ടിന് വലിയ റിസൾട്ട് തരുമെന്നാണ് ലെവറേജ് പറയുന്നത്. സോ ഇനി ഫിനാൻസിൽ ലെവറേജ് എന്താണെന്ന് നോക്കാം. ഇൻ ഫിനാൻസ്, ലെവറേജ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ഫേം ടു യൂസ് ഫിക്സഡ് കോസ്റ്റ് ടു ഇൻക്രീസ് പൊട്ടൻഷ്യൽ റിട്ടേൺ. ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ റിട്ടേൺ കൂട്ടാമെന്നാണ് ഫിനാൻഷ്യൽ ലെവറേജ് പറയുന്നത്. അവിടെ നമ്മൾ ഇതിന് മുന്നേ കാണിച്ച സ്ലൈഡിൽ നമ്മൾ കണ്ടു, കുറേ ആൾക്കാർ ഒരു എക്യുപ്മെൻറ്റ്, ഒരു കമ്പി പോലത്തെ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്ഡ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. ഇനി ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഫിനാൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ബിസിനസ്മാൻ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കൂടുതൽ ഗ്രോത്തിലോട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റിലോട്ട് എത്തിക്കുന്നു. ഓക്കെ, സെയിം ലോജിക്ക് തന്നെയാണ് ഫിനാൻസിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സാണ് നമ്മുടെ ലെവറേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ഫേം ടു യൂസ് ഫിക്സഡ് കോസ്റ്റ് ടു ഇൻക്രീസ് പൊട്ടൻഷ്യൽ റിട്ടേൺ. അപ്പോൾ എന്തൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് നോക്കാം. 2 ടൈപ്പ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആണുള്ളത്: ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റും. ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന, ഒരു ബിസിനസ് ഓപ്പറേഷൻ എന്തൊക്കെ വേണം, ഒരു ബിൽഡിംഗ് വേണം, മെഷീനറി വേണം. അപ്പം അതിൽ നിന്നൊക്കെ വരുന്ന കോസ്റ്റ്, ഇപ്പം നമ്മൾ ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുവാണെങ്കിൽ അതിൻ്റെ റെൻറ്റ് വരും, മെഷീനറി വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ വരും, പിന്നെ ആ ഒരു ബിൽഡിങ്ങിനോ മെഷീൻസിനോ ഒക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് ചാർജ് വരും. ഇതൊക്കെയാണ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇത്തരം ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ ഫിനാൻഷ്യൽ കോസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പ്രിഫറൻസ് ഡിവിഡൻറ്റ്. നമ്മൾ എന്നായാലും ഫിക്സഡ് ആയിട്ട് ഓരോ വർഷവും കൊടുക്കേണ്ട എമൗണ്ട് തന്നെയാണ്. ലോൺ അടച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റ് നമ്മൾ എല്ലാ വർഷവും കൊടുക്കണം, അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻറ്റ്. സോ ഇങ്ങനെയുള്ള കോസ്റ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ പ്രോഫിറ്റിലോട്ട് നയിക്കാമെന്നാണ് നമ്മൾ ലെവറേജ് അനാലിസിസിൽ പഠിക്കുന്നത്. സോ 3 ടൈപ്സ് ഓഫ് ലെവറേജ് നമുക്ക് എങ്ങനെ വന്നെന്ന് ഈ ഒരു ഫിക്സഡ് കോസ്റ്റിൻ്റെ പേരിൽ നിന്ന് മനസ്സിലായല്ലോ. ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ്സിൻ്റെ റിട്ടേൺ കൂട്ടാമെന്ന് പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് ലെവറേജ്. ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ്സിൻ്റെ റിട്ടേൺ കൂട്ടാമെന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ലെവറേജ്. ഇനി ഇത് രണ്ടും ഉപയോഗിച്ച് എങ്ങനെ ഓവറോൾ റിട്ടേൺ കൂട്ടാമെന്ന് പറയുന്നതാണ് കമ്പൈൻഡ് ലെവറേജ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലെവറേജ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലെവറേജ് അനാലിസിസിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ നോക്കാം. ലെവറേജ് അനാലിസിസ് റിസ്ക് റിട്ടേൺ കാൽക്കുലേഷൻ അല്ലെങ്കിൽ റിസ്ക് റിട്ടേണിനെ ബേസ് ചെയ്തിട്ട് റിസ്ക് ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രോഫിറ്റ് സെൻസിറ്റിവിറ്റി, റിട്ടേൺ കൂട്ടുന്നത് എങ്ങനെയാണ്, പ്രോഫിറ്റ് സെൻസിറ്റിവിറ്റി അറിഞ്ഞതുകൊണ്ടാണ് നമുക്ക് റിട്ടേൺ കൂട്ടാനായിട്ട് പറ്റുന്നത്. സോ പ്രോഫിറ്റ് സെൻസിറ്റിവിറ്റി എങ്ങനെയുണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. അതുപോലെ മെയിനായിട്ട് ലെവറേജ് അനാലിസിസ് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ ഡിസിഷൻസ് ആണ്? കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം, എവിടെയാണ് നമ്മുടെ കോസ്റ്റ് കൂടി നിൽക്കുന്നത്, എവിടെയാണ് നമ്മൾ കുറവ് വരുത്തേണ്ടതെന്നുള്ള രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ ലെവറേജ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടേണ്ട രീതിയിലുള്ള നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യാൻ ഇതിനെല്ലാം ലെവറേജ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെവറേജിൻ്റെ ഒരു ജസ്റ്റ് ബേസിക് ഇൻട്രൊഡക്ഷൻ. ലെവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് മൂവ്മെൻറ്റ്സ് വഴി എങ്ങനെ കൂടുതൽ റിട്ടേൺ നമുക്ക് നേടാമെന്നാണ് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ലെവറേജ് ഉണ്ട്, ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് ലെവറേജ്. ഓപ്പറേറ്റിംഗ് ലെവറേജിനെ നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിളോട് കൂടെ തന്നെ നോക്കാം. എക്സാമ്പിൾ 1, അലക്സ് ഐസ്ക്രീം ഷോപ്പ്. അലക്സ് ഒരു ഐസ്ക്രീം ഷോപ്പ് ഇട്ടു. അലക്സ് ഓപ്പൺ എ സ്മോൾ ട്രഡീഷണൽ ഐസ്ക്രീം ഷോപ്പ്. ഓക്കെ, ആ ഷോപ്പിൻ്റെ ഫിക്സഡ് കോസ്റ്റ് വരുന്നത്, ആ ഷോപ്പിന് റെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഷോപ്പിൽ സ്റ്റാഫിന് സാലറി കൊടുക്കണം. ഇത് രണ്ടുമാണ്
അലക്സിൻ്റെ ഐസ്ക്രീം കടയിലെ ഫിക്സഡ് കോസ്റ്റ്. ഇനി വേരിയബിൾ മാറി മാറി വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണ്? ഐസ്ക്രീമിൻ്റെ മിക്സ് വാങ്ങണം, ഐസ്ക്രീമിൻ്റെ സെയിൽ നടക്കുന്നതനുസരിച്ച് ഐസ്ക്രീമിൻ്റെ മിക്സ് വാങ്ങണം, കോൺസ് വാങ്ങണം, ടോപ്പിങ്സ് വാങ്ങണം, നാപ്കിൻസ് വാങ്ങണം. ഓക്കെ, അപ്പോൾ ഫോർ എവരി കോൺ അലക്സ് വിൽക്കുന്ന ഓരോ ഐസ്ക്രീം കോണിനും ഈ മെറ്റീരിയൽസ് അലക്സ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, വെൻ സെയിൽസ് റൈസ് പ്രോഫിറ്റ് ഗോ അപ്പ് ബട്ട് നോട്ട് ഡ്രാമാറ്റിക്കലി ബിക്കോസ് എക്സ്പെൻസസ് ഓൾസോ റൈസ്. ഇപ്പം ഒരു ഐസ്ക്രീമിന് ഒരു 10 രൂപയുടെ ഐസ്ക്രീം മിക്സും കോണും ഒക്കെ വാങ്ങിക്കണമെന്ന് വെച്ചോ, എന്നിട്ട് അലക്സ് അത് 20 രൂപയ്ക്ക് വിൽക്കുക. അപ്പം ഷോപ്പിൻ്റെ റെൻറ്റും സാലറിയൊക്കെ കൂടി ഒരു 5 രൂപയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എത്രയാണ് അലക്സിൻ്റെ ലാഭം എന്ന് പറയുന്നത്? 20 മൈനസ് 15, 5 രൂപയാണ് അലക്സിൻ്റെ ലാഭം എന്ന് പറയുന്നത്. ഇനി 2 യൂണിറ്റ് വിൽക്കുമ്പോഴോ, 2 യൂണിറ്റ് വിൽക്കുമ്പോൾ 40 രൂപയാണ് അലക്സ് വാങ്ങുന്നത്. നമ്മുടെ കോണും അതെല്ലാം കൂടെ വാങ്ങാൻ വേണ്ടി അലക്സിന് എത്ര രൂപ ചിലവാകുന്നുണ്ട്? 20 രൂപ ചിലവാകുന്നുണ്ട്. പ്ലസ് 5 രൂപ ഫിക്സഡ് കോസ്റ്റും വരുന്നുണ്ട്. ദെൻ അലക്സിൻ്റെ ലാഭം എത്രയാണ്? 15 രൂപ. സോ സെയിൽസ് കൂടുന്നതനുസരിച്ച് അലക്സിൻ്റെ പ്രോഫിറ്റ് കൂടുന്നുണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ വാങ്ങുന്ന വിലയുടെ പകുതി, ഇപ്പം 40 രൂപയുടെ സെയിൽ നടത്തിയാൽ 20 രൂപ, 60 രൂപയുടെ സെയിൽ നടത്തിയാൽ 30 രൂപ. അങ്ങനെ വാങ്ങുന്നതിൻ്റെ പകുതി അലക്സിൻ്റെ കോസ്റ്റായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ മിച്ചമുള്ള പകുതിയിന്മേൽ ഫിക്സഡ് കോസ്റ്റും കഴിഞ്ഞിട്ടേ അലക്സിന് പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. സോ ഇത് ചെറിയ ഓപ്പറേറ്റിംഗ് ലെവറേജ് ഉള്ള ഒരു എക്സാമ്പിളാണ്. നല്ല ഓപ്പറേറ്റിംഗ് ലെവറേജ് ഉള്ള ഒരു എക്സാമ്പിളും കൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്കിത് ക്ലിയർ ആവും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെന്നിൻ്റെ ഐസ്ക്രീം ഫാക്ടറിയുടെ എക്സാമ്പിൾ. ബെൻ ഓൾസോ സെൽസ് ഐസ്ക്രീം ബട്ട് ഡിഫറെൻ്റ്ലി. ഇൻസ്റ്റെഡ് ഓഫ് എ സ്മോൾ ഷോപ്പ് ഹി ഇൻവെസ്റ്റ് ഇൻ ലാർജ് മിക്സിംഗ് മെഷീൻ, ഓട്ടോമേറ്റഡ് പാക്കിംഗ് എക്യുപ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ വാൻ ടു സപ്ലൈ ലോക്കൽ സ്റ്റോർ. ഓക്കെ, ഇതെല്ലാം അലക്സ് വാങ്ങിച്ചു. ഇതെല്ലാം അലക്സ് വാങ്ങിച്ചത് വഴി അലക്സിൻ്റെ വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞു. കാരണം അലക്സിന് എപ്പോഴും മിക്സ് ചെയ്യേണ്ട, അതുപോലെ പാക്ക് ചെയ്യേണ്ട, അതുപോലെ ഇത് കൊണ്ടു നടന്ന് കൊടുക്കണ്ട, അങ്ങനെയുള്ള എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. സോ ഈ മെഷീൻസും റെൻറ്റും മെയിൻ്റനൻസും എല്ലാം കൂടെ വരുമ്പോൾ അലക്സിൻ്റെ ഫിക്സഡ് കോസ്റ്റ് വളരെ കൂടുതലാണ്. എന്നാൽ വേരിയബിൾ കോസ്റ്റ് വളരെ കുറവാണ്. നമുക്ക് എക്സ്ട്രാ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് മാത്രമേ വേരിയബിൾ കോസ്റ്റായിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാം മെഷീനറി ഉപയോഗിച്ചാൽ അലക്സ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയലിന് മാത്രമുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 2 രൂപയാണെന്ന് വെച്ചോ. അപ്പോൾ 20 രൂപയുടെ ഒരു ഐസ്ക്രീം വിൽക്കുമ്പോൾ 18 രൂപ എങ്ങനെയാണെങ്കിലും കിട്ടത്തുള്ളൂ. 2 രൂപ കുറച്ചിട്ട് 40 രൂപയുടെ കിട്ടിയാൽ ആ 4 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ടേ കിട്ടത്തുള്ളൂ. ഇനി ഇതിൽ നിന്ന് മിച്ചം വരുന്ന ആ 18 രൂപയിൽ ഒരു ലാർജ് എമൗണ്ട് 10 റുപ്പീസോളം ഫിക്സഡ് കോസ്റ്റായിട്ട് പോവും ഇനിഷ്യലി. പക്ഷേ ഓർത്ത് നോക്കിക്കേ, 100 രൂപയുടെ ഐസ്ക്രീം ബെൻ വിറ്റു. 100 രൂപയുടെ വിൽക്കുമ്പോഴത്തേക്കും 5 ഐസ്ക്രീം വിറ്റു. 10 രൂപയെ ബെന്നിൻ്റെ വേരിയബിൾ കോസ്റ്റ് വരുന്നുള്ളൂ. 5 × 2 10. ബാക്കി 90 റുപ്പീസ് ബെന്നിന് ലാഭമാണ്. അതിൻ്റെ കൂടെ ബെന്നിൻ്റെ ഫിക്സഡ് കോസ്റ്റ് 10ഉം കൂടെ കുറച്ചാൽ 80 റുപ്പീസ് ബെന്നിന് ലാഭമാണ്. ഈ ഒരു സമയത്ത് അലക്സിൻ്റെ കേസിലോ, അലക്സ് 100 രൂപയുടെ, അതായത് 5 ഐസ്ക്രീം വിറ്റ് കഴിയുമ്പോഴത്തേക്കും 50 രൂപ അലക്സിൻ്റെ വേരിയബിൾ കോസ്റ്റ് തന്നെയായി. സോ പിന്നെ ഒരു 5 രൂപ ഫിക്സഡ് കോസ്റ്റും കുറച്ച് കഴിഞ്ഞാലും അലക്സിന് 45 രൂപയും കിട്ടി, ബെന്നിന് 80 രൂപയും കിട്ടി. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. നമുക്ക് 2 ഐസ്ക്രീം ഷോപ്പ്സ് ഉണ്ടായിരുന്നു. ഒന്ന് അലക്സിൻ്റെ ഐസ്ക്രീം ഷോപ്പും ഒന്ന് ബെന്നിൻ്റെ ഐസ്ക്രീം ഷോപ്പും. അലക്സിൻ്റെ ഐസ്ക്രീം ഷോപ്പിൽ വേരിയബിൾ കോസ്റ്റ് കൂടുതലായിരുന്നു, ഫിക്സഡ് കോസ്റ്റ് കുറവായിരുന്നു. സോ അലക്സിന് ഇനിഷ്യലി ലാഭം കിട്ടും, വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷേ പോകെ വരുമ്പോഴും അലക്സ് എവിടെ നിൽക്കുന്നോ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അലക്സിൻ്റെ വരവിനനുസരിച്ചുള്ള ചിലവ് അലക്സിന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇനിഷ്യലി ബെന്നിന് നഷ്ടമായിരിക്കും. തുടക്കത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാണ് ബെന്ന് ആ ഒരു ഫാക്ടറി തുടങ്ങിയത്. പക്ഷേ പോകെ വരുമ്പോഴത്തേക്കും ബെന്നിന് വളരെ ചെറിയ കോസ്റ്റ് കൊണ്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇങ്ങനെയാണ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ലാഭത്തിലോട്ട് എത്താമെന്നുള്ള ആ ഒരു ലോജിക്ക് വരുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ് ലെവറേജ് കൂടുതലായതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലെവറേജ് കൂടുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജ് കൂടിയതുകൊണ്ടാണ് ബെന്നിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത്. സോ ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്നാണെന്ന് ക്ലിയർ ആയില്ലേ? ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂട്ടിക്കൊണ്ട് എങ്ങനെ ബിസിനസ്സിനെ പ്രോഫിറ്റിലോട്ട് എത്തിക്കാമെന്നാണ് ഓപ്പറേറ്റിംഗ് ലെവറേജ് പറയുന്നത്. ഇത് ബിസിനസ് റിസ്കിൻ്റെ ഒരു മെഷറാണ്.
ബിസിനസ് റിസ്ക് എന്താണ്? ബിസിനസ് ഓപ്പറേഷൻസിലൂടെ വരുന്ന റിസ്ക്. ഇപ്പം ഫിക്സഡ് കോസ്റ്റ് കൂടുതൽ ഉപയോഗിച്ച് ബിസിനസ് ഓപ്പറേഷൻ നടത്തിയാൽ അതെങ്ങനെ ബിസിനസ്സിനെ ലാഭത്തിലോട്ട് നയിക്കാം? നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നത് വഴി എങ്ങനെ ബിസിനസ് പ്രോഫിറ്റിലോട്ട് എത്തുമെന്നാണ് ഓപ്പറേറ്റിംഗ് ലെവറേജ് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ ടെൻഡൻസി ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ടു വേരി ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി വിത്ത് സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിൽസുമായിട്ട് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ നോക്കുന്നത് ഓപ്പറേറ്റിംഗ് ലെവറേജിലൂടെ. അലക്സിൻ്റെ ബെന്നിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴേ അലക്സിൻ്റെ കേസിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും സെയിലും. എത്ര സെയിൽ നടന്നാൽ ഇത്ര പ്രോഫിറ്റ്, ആ പെർസെൻറ്റേജ് സെയിം ആയിരുന്നു, ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. എന്നാൽ ബെന്നിൻ്റെ കേസിലോ 1% സെയിൽ കൂടിയാൽ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള ലാഭം, അതായത് സെയിൽ കൂടുന്നതനുസരിച്ച് ലാഭത്തിൻ്റെ ആ ഒരു പെർസെൻറ്റേജും കൂടിക്കൊണ്ട് വരികയാണ്. സോ ദീസ് ആർ കോസ്ഡ് ബൈ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻ ദ കോസ്റ്റ് സ്ട്രക്ചർ. നമ്മുടെ കോസ്റ്റ് സ്ട്രക്ചറിലെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിലുമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള ആ ഒരു റിലേഷൻ നോക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ലെവറേജ്. ഹയർ ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണെങ്കിൽ നമ്മുടെ സെയിൽസ് മാറുന്നതനുസരിച്ചുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ചേഞ്ച് വളരെ കൂടുതലായിരിക്കും. ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി ഓഫ് എബിറ്റ് ടു ചേഞ്ച് ഇൻ സെയിൽസ്. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ സെയിൽസ് മാറുന്നതനുസരിച്ച് ഈ ഒരു എബിറ്റ്, EBIT എബിറ്റ് മാറുന്നത് കൂടുതലായിരിക്കും ഹയർ ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണെങ്കിൽ. ലോവർ ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണെങ്കിൽ സെയിൽസ് മാറുന്നതിന് ഓൾമോസ്റ്റ് സിമിലർ പ്രൊപ്പോർഷനേറ്റിലെ നമ്മുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റിയും ചേഞ്ച് ആവത്തുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ ഉണ്ട്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇനി ഈ ഓപ്പറേറ്റിംഗ് ലെവറേജ് നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ബിസിനസ്സിൻ്റെ റിസ്ക് അനാലിസിസിൽ ഓപ്പറേറ്റിംഗ് ലെവറേജ് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വേരിയബിലിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതുപോലെ പ്രോഫിറ്റ് പ്ലാനിങ്ങിനും എങ്ങനെ ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നിടത്ത് ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യാനായിട്ടും ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയാണ് ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. കോൺസെപ്റ്റ് മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും പ്രോബ്ലംസും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് ലെവറേജ് സിംപ്ലി ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ പ്രോഫിറ്റ് കൂട്ടാം. അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് മാറുന്നതനുസരിച്ച് എത്രത്തോളം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാറുന്നു. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് വരുന്നതെന്ന് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസിനേക്കാളും കൂടുതലായിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് വരുന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് കൂടുതലാണ്, ഫേവറബിളാണ്. എന്നുവെച്ചാൽ ബിസിനസ് ഗ്രോ ചെയ്യുന്നൊരു ബിസിനസ്സിന് അത് ഫേവറബിളാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ ലെവറേജ്. ഫിനാൻഷ്യൽ ലെവറേജ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അലക്സ് ആൻഡ് ബെൻ ബോത്ത് വാണ്ട് ടു എക്സ്പാൻഡ് ദെയർ ഐസ്ക്രീം ബിസിനസ്. അലക്സിനും ബെന്നിനും രണ്ടുപേരും അവരുടെ ഐസ്ക്രീം ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. ദേ ഈച്ച് ഹാവ് 10 lakh ഓഫ് ദെയർ ഓൺ സേവിങ്. അവർക്ക് രണ്ടുപേർക്കും 10 ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ. അവർ രണ്ടുപേരും പുതിയൊരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അവരെങ്ങനെ അവരുടെ ആ ഒരു 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണോ അവർ പുതിയ ബിസിനസ് നടത്തുന്നത്, അതോ വേറെ എങ്ങനെയും ഒക്കെ ആണോ എന്ന് നമുക്ക് നോക്കാം. അലക്സ് ഡിസൈഡ്സ് ടു യൂസ് ഹിസ് ഓൺ മണി. അലക്സിൻ്റെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് ആ ഒരു സെക്കൻഡ് ഷോപ്പ് തുടങ്ങി. ഓക്കെ, ആ ഷോപ്പിന് അലക്സിന് 10% റിട്ടേണും കിട്ടിത്തുടങ്ങി. സിമ്പിളാണ്, സേഫാണ്. കയ്യിലുള്ള എമൗണ്ട് മുടക്കി ആരെയും പേടിക്കേണ്ട. കിട്ടണ ആ ഒരു 10 ലക്ഷം രൂപ മുടക്ക് മുതലിന് 1 ലക്ഷം രൂപ വീതം ലാഭം പയ്യെ കിട്ടിത്തുടങ്ങി. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് അലക്സിന് ആ ഒരു മുടക്ക് മുതൽ തിരിച്ച് കിട്ടും. 11ാമത്തെ വർഷം തൊട്ട് അലക്സിന് കിട്ടുന്നത് എന്തായിരിക്കും? മൊത്തം ലാഭമായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. 10 lakh മുടക്കി 1 lakh വീതം പ്രോഫിറ്റ് കിട്ടി തുടങ്ങി ഓരോ വർഷവും. അപ്പം 11th ഇയർ തൊട്ട് അലക്സിന് ഫുൾ പ്രോഫിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് ബെന്നിൻ്റെ സിറ്റുവേഷൻ നോക്കാം. ബെൻ ടേക്സ് എ ഡിഫറെൻറ്റ് അപ്രോച്ച്. ബെൻ എന്നാ ചെയ്തേ? ഹി ഇൻവെസ്റ്റ് ഹിസ് ഓൺ 10 lakh പ്ലസ് അനദർ 10 lakh ലോൺ ഫ്രം ദ ബാങ്ക് അറ്റ് 5% ഇൻട്രസ്റ്റ്. ബെൻ എന്നാ ചെയ്തു? 20 ലക്ഷം എടുത്തു. ഓക്കെ, എന്നിട്ട് ചെറിയ ഷോപ്പൊന്നും തുടങ്ങാതെ ഇച്ചിരി വലിയ ഷോപ്പ് അങ്ങ് തുടങ്ങി. ഓക്കെ, അലക്സിൻ്റെ 10 ലക്ഷം രൂപയുണ്ട്, ബാങ്കിൽ നിന്ന് ലോണായിട്ടെടുത്ത് 20 ലക്ഷം രൂപയുണ്ട്. സോ ലാർജ് രീതിയിൽ നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടി. 3 ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടി. ഈ 3 ലക്ഷം രൂപ ലാഭം കിട്ടിയെങ്കിലും നമ്മൾ 10 ലക്ഷം രൂപ ലോണാണ് എടുത്തത്. അപ്പോൾ ലോൺ അടയ്ക്കണം. അപ്പോൾ ലോണും അടച്ചു കഴിഞ്ഞ് 1/2 ലക്ഷം രൂപയാണ് ലോൺ എമൗണ്ട് വരുന്ന 10 ലക്ഷത്തിൻ്റെ 5%. അതും അടച്ചിട്ട് നമുക്ക് മിച്ചം 2.5 ലക്ഷം രൂപയാണ് ലാഭം.
ഈ 2.5 ലക്ഷം ലോൺ അടച്ച ആ ഒരു 50,000 രൂപ ലോൺ അടച്ചോടുകൂടി ലോണിൻ്റെ കേസ് കേട്ട് തീർന്നു. ഈ 2.5 ലക്ഷം എന്തിൻ്റെ കേസിലാണ് വരുന്നത്? ബെന്നിൻ്റെ കയ്യിലുള്ള 10 ലക്ഷത്തിലാണ് ഈ 2.5 ലക്ഷത്തിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ 2.5 ലക്ഷം ഡിവൈഡഡ് ബൈ 10 ലക്ഷം 25% ബെന്നിന് കിട്ടിയ റിട്ടേൺ. അതായത് വെറും 4 വർഷം കൊണ്ട് തന്നെ ബെൻ ബ്രേക്ക് ഈവൻ അറ്റൈൻ ചെയ്ത് ലാഭത്തിലോട്ടെത്തും. ഈ 10 ലക്ഷം രൂപ തിരിച്ചു പിടിക്കാൻ ബെന്നിന് 4 വർഷം മതി. കാരണം ഓരോ വർഷം ഈ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഓരോ വർഷം 2.5 ലക്ഷം രൂപ ലോണൊക്കെ അടഞ്ഞു കഴിഞ്ഞ് ബെന്നിൻ്റെ കയ്യിൽ വരും. സോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയില്ലേ? ഇതൊക്കെ ടെൻറ്റേറ്റീവ് എക്സാമ്പിളാണ്, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ കാണും. എന്നാലും ഒരു ബേസിക് ലോജിക് ഇതാണ് ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് പോലുള്ള ഫിക്സഡ് കോസ്റ്റുകളും കൂടെ ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് ഇച്ചിരിയും കൂടെ വിപുലപ്പെടുത്തിയാൽ നമുക്ക് എങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് എത്താം. നമ്മളല്ലാതെ കൺസർവേറ്റീവായിട്ട് നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ച് ചെറിയ രീതിക്ക് തുടങ്ങി നമ്മൾ അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും ഒരു ഉന്നമനം ഉണ്ടാവത്തില്ല. കൂടുതൽ ഫിക്സഡ് കോസ്റ്റും കൂടി ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ കാശ് ഇച്ചിരി മാറ്റി വെച്ചാലും വേണ്ടില്ല, അത് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിട്ടേൺ എടുത്താലും വേണ്ടില്ല, കുറച്ച് ഫിക്സഡ് കോസ്റ്റൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ എങ്ങനെ ബിസിനസ് ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് എക്സ്ചേഞ്ച് ചെയ്യാമെന്നാണ് ഫിനാൻഷ്യൽ ലെവറേജ് പറയുന്നത്. സോ ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫിനാൻഷ്യൽ ലെവറേജ് മീൻസ് യൂസിങ് ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ട്, ഡിബഞ്ചേഴ്സ്, ടേം ലോൺസ്, പ്രിഫറൻസ് ഷെയർസ് ഇതൊക്കെ എടുത്തുകൊണ്ട് എങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ കൂട്ടാമെന്നാണ് ഫിനാൻഷ്യൽ ലെവറേജ് പറയുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് ദി ഇമ്പാക്റ്റ് ഓഫ് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ഓൺ ഏണിംഗ് പെർ ഷെയർ. ഫിക്സഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ചാർജസ്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പ്രിഫറൻസ് ഡിവിഡൻഡ്, ഇതൊക്കെ എങ്ങനെ ഏണിങ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു ഫിനാൻഷ്യൽ ലെവറേജ് നോക്കുന്നത്. ഓക്കെ, വെൻ എ ഫേം ബോറോസ് മണി ഇറ്റ് മസ്റ്റ് പേ ഇൻട്രസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പം എബിറ്റിനേക്കാളും കൂടുതലാണ് എബിറ്റിനേക്കാളും കുറവാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അത് ബെനിഫിഷ്യൽ ലെവറേജ് ആണ്. എബിറ്റിനേക്കാളും കൂടുതലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അത് അഡ്വേഴ്സ് ലെവറേജുമാണ്. ഇപ്പോൾ നമ്മുടെ ബെന്നിൻ്റെ എക്സാമ്പിളിൽ ബെന്നിന് 3 ലക്ഷം രൂപ ലാഭം കിട്ടിയോടത്താണ് 50,000 രൂപ ലോൺ അടച്ചത്. ഇപ്പം ബെന്നിന് ലാഭമേ 25,000 രൂപയാണെങ്കിലോ 50,000 രൂപ ലോണും അടച്ച് ബെന്നിന് ആ ഒരു ബിസിനസ് കൊണ്ടുപോകാനേ പറ്റില്ല. സോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ലാഭം കിട്ടുന്ന ബിസിനസ്സിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഫണ്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിനേക്കാളും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ഇൻഡസ്ട്രി ലാഭം കിട്ടുന്നതാണോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ ഒരുപാട് ടൂൾസ് ഉണ്ട്, അനലൈസ് ചെയ്ത് തരുന്ന ആൾക്കാരും ഉണ്ട്, അനലിസ്റ്റുകളുണ്ട്. സോ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എങ്കിൽ ദെൻ വി മസ്റ്റ് ഗോ ഫോർ മോർ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ്. ഓക്കെ, എബിറ്റാണ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലെങ്കിലാണ് ബെനിഫിഷ്യൽ ലെവറേജ് വരുള്ളൂ. എബിറ്റ് കുറവാണെങ്കിൽ അഡ്വേഴ്സ് ലെവറേജ് ആയിരിക്കും. ഓക്കെ, ഹെൻസ് ഫിനാൻഷ്യൽ ലെവറേജ് മാഗ്നിഫൈസ് ബോത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. ലാഭം ഉണ്ടാക്കുന്ന കേസിൽ ഫിനാൻഷ്യൽ ലെവറേജ് ഉണ്ടെങ്കിൽ ലാഭം ഇരട്ടിയായി അങ്ങനെ അത്രയും മാഗ്നിഫിക്കൻ്റ് എഫക്റ്റ് കൊണ്ടുവരും. ഇനി നഷ്ടമാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ നഷ്ടം കൂട്ടിക്കൊണ്ടേയിരിക്കും, കൂടുതൽ നഷ്ടത്തിലോട്ട് ഈ ഒരു ഫിനാൻഷ്യൽ ലെവറേജ് നയിക്കും. സോ പ്രോഫിറ്റബിലിറ്റി ഉള്ളപ്പോൾ ഫിനാൻഷ്യൽ ലെവറേജ് യൂസ് ചെയ്യുക, പ്രോഫിറ്റബിലിറ്റി ഇല്ല, നഷ്ടത്തിലാണ് ബിസിനസ്സിനെങ്കിൽ ഫിനാൻഷ്യൽ ലെവറേജ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ റിസ്ക് അനലൈസ് ചെയ്യാനായിട്ട് അതായത് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ഉപയോഗിക്കുന്നത് റിസ്കി ആണോ അല്ലയോ എന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായില്ല ആ ഒരു ഇൻട്രസ്റ്റ് ചാർജ് എബിറ്റിനേക്കാളും കൂടുതലാണോ കുറവാണോ നോക്കുന്നത്. അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി വെച്ച് എത്രത്തോളം ഡെപ്റ്റ്, എത്രത്തോളം ഇക്വിറ്റി, എത്രത്തോളം പ്രിഫറൻസ് ഷെയർ വേണമെന്ന് തീരുമാനിക്കാനായിട്ട് ഫിനാൻഷ്യൽ ലെവറേജ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇങ്ങനെയൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കുന്നത് വഴി അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഫിനാൻഷ്യൽ ലെവറേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇനി വരുന്നതാണ് കോമ്പോസിറ്റ് ലെവറേജ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉപയോഗിച്ച് പ്രോഫിറ്റ് കൂട്ടുന്ന ഓപ്പറേറ്റിംഗ് ലെവറേജ്, ഫിനാൻഷ്യൽ കോസ്റ്റ് ഉപയോഗിച്ച് പ്രോഫിറ്റ് കൂട്ടുന്നത് ഫിനാൻഷ്യൽ ലെവറേജ്. ഇനി ഇതിൻ്റെ രണ്ടുപേരുടെയും ഒരു കമ്പൈൻഡ് എഫക്റ്റ് മെഷർ ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് ലെവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ സെൻസിറ്റിവിറ്റി ഓഫ് EPS ടു ചേഞ്ച് ഇൻ സെയിൽസ്. ഏണിംഗ് പെർ ഷെയർ സെയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രത്തോളം സെയിൽസ് കൂടിയാൽ എത്രത്തോളം ഏണിങ്സ് പെർ ഷെയർ കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ടെന്ന് നോക്കുന്നതാണ് കോമ്പോസിറ്റ് ലെവറേജ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്താണ് നോക്കിയത്? സെയിൽസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഏണിങ്സ് കൂടുന്നുണ്ടോയെന്ന്, ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കൂടുന്നുണ്ടോയെന്ന്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നുണ്ടോയെന്ന് ഓപ്പറേറ്റിംഗ് ലെവറേജ് നോക്കി. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് ഏണിംഗ് പെർ ഷെയർ കൂടുന്നുണ്ടോയെന്ന്
ഫിനാൻഷ്യൽ ലെവറേജ് നോക്കി. കോമ്പോസിറ്റ് ലെവറേജ് വരുമ്പോഴത്തേക്കോ ഇത് രണ്ടും ക്യാൻസലായിട്ട് സെയിൽസ് കൂടുന്നതനുസരിച്ച് ഏണിങ്സ് പെർ ഷെയർ എത്രത്തോളമാണ് കൂടുന്നതെന്ന് നോക്കുന്നു. ഓക്കെ. ഇറ്റ് മെഷേഴ്സ് ദ സെൻസിറ്റിവിറ്റി ഓഫ് EPS ടു ചേഞ്ച് ഇൻ സെയിൽസ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓവറോൾ റിസ്ക് ഫേസ്ഡ് ബൈ ഫേം ഡ്യൂ ടു ബോത്ത് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇക്വേഷനാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പോസിറ്റ് ലെവറേജ് നോക്കാം. കോമ്പോസിറ്റ് ലെവറേജ് ടോട്ടലായിട്ടുള്ള റിസ്ക് അസസ് ചെയ്യാൻ, ഒരു ബിസിനസ്സിൻ്റെ ടോട്ടലായിട്ടുള്ള ഓപ്പറേറ്റിംഗ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും അസസ് ചെയ്തിട്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഫേം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂട്ടി ഫേം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യണം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഫിനാൻഷ്യൽ കോസ്റ്റ് കൂട്ടി പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യണം. ഇനി നേരെ തിരിച്ചും പറഞ്ഞു തരും കേട്ടോ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ ഫിക്സഡ് കോസ്റ്റ് കുറച്ചിട്ട് ഫേമിന് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാമെന്നും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ടോട്ടൽ റിസ്ക് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് പ്ലാനറാണ് ഈ ഒരു കോമ്പോസിറ്റ് ലെവറേജ്. ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. നമുക്ക് മൊത്തത്തിലുള്ള ഡിസിഷൻസ്, നമുക്ക് ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപ ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ഡെപ്റ്റ് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കണമെന്നൊക്കെയുള്ള ഓവറോൾ ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഇൻവെസ്റ്ററിന് എളുപ്പത്തിൽ രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തുള്ള ഒറ്റ ഫിഗർ ഒറ്റ അടിക്ക് വരുന്നത് കൊണ്ടാണ് ഇൻവെസ്റ്ററിന് എളുപ്പത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിനും ഈ ഒരു കോമ്പോസിറ്റ് ലെവറേജ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 3 ടൈപ്പ് ഓഫ് ലെവറേജുകളാണ്. ലെവറേജ് സിംപിളി പറയുവാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ബിസിനസ്സിന് എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചാൽ ലാഭമുണ്ടാവില്ല. ഓക്കെ. ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചാൽ ലാഭമുണ്ടാവും. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നത് വഴി ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള ഒരു അനാലിസിസാണ് മെയിനായിട്ടും ലെവറേജ് അനാലിസിസിൽ വരുന്നത്. ഓപ്പറേറ്റിംഗ് ലെവറേജിൽ എന്താ നോക്കുന്നത്, ഈ ഒരു ബിസിനസ് കൂടുതൽ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ ഉപയോഗിക്കുന്നത് വഴി ആ ഒരു ഫേമിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ. ഓക്കെ, അതാണ് ഓപ്പറേറ്റിംഗ് ലെവറേജ് നോക്കുന്നത്. ഫിനാൻഷ്യൽ ലെവറേജ് നോക്കുന്നതോ, ഈ ഒരു ഫേം കൂടുതൽ ഫിക്സഡ് കോസ്റ്റുകൾ, ഫിനാൻഷ്യൽ കോസ്റ്റുകൾ, അതായത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് അതൊക്കെ ഉപയോഗിക്കുന്നത് വഴി ഫേമിൻ്റെ പ്രോഫിറ്റ് കൂടുന്നുണ്ടോയെന്ന്. ഇനി കോമ്പോസിറ്റ് ലെവറേജോ, ഇതിൻ്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റ്, ടോട്ടൽ എഫക്റ്റ് ഓഫ് ബോത്ത് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലെവറേജ് ഓഫ് EPS ആണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു ബേസിക് ഐഡിയ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. പ്രോബ്ലം ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.